ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഓണത്തിന് മക്കൾക്കും അമ്മയ്ക്കും ഒക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോളയത്തോട് വന്നേക്കുവാണ്. അപ്പോൾ സാരി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ RK വെഡിങ് സെൻറ്ററിലേക്ക് വന്നു കേട്ടോ. എൻ്റെ പൊന്നോ, എന്തൊരു ഷോറൂമാണതെന്നറിയാവോ. നമ്മൾ കൊല്ലത്ത് ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റൈൽസ് നല്ല കേട്ടോ, ഇതിനകത്ത് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ, എല്ലാം ഉണ്ട്. അപ്പോൾ സാരിയുടെയൊക്കെ കിടിലം ഓഫർ കളക്ഷൻസ് ഒക്കെയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സാരി എടുക്കാൻ പോയിട്ട് നമുക്ക് മുഴുത്തില്ല, ചെറപറ വാരി എടുക്കാൻ തോന്നുമായിരുന്നു. അങ്ങനെ നല്ല വിലക്കുറവ് 499, 399, 599 തൊട്ട് ഇങ്ങനെ സാരി നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ജൂട്ട് സിൽക്കും കോട്ടൺ സിൽക്കും ഒക്കെ ആയിട്ട് നമ്മളുടെ കാഷ്വൽസ് ആൻഡ് ഡെയിലി വെയർ സാരി കളക്ഷൻസ് ഭയങ്കരമായിരുന്നേ. അപ്പം എന്തായാലും അമ്മയ്ക്ക് ഞാൻ സാരി എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ പിന്നെ പോയി ബാലയും ജാനുവും അവരുടേതായ എൻജോയ്മെൻറ്റ് ലോകത്ത് ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. അങ്ങനെ പിന്നെ പിള്ളേർക്ക് ബോറടിക്കത്തില്ലേ, നമ്മൾ പർച്ചേസിങ്ങും ചെയ്യാം. പിള്ളേരങ്ങനെ ആ സമയം അവിടെ നിന്ന് കളിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും കുട്ടികളുടെ കളക്ഷൻ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും കേട്ടോ. അങ്ങനെ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ കിടിലമാണ്. സാധനങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. ബ്ലൗസിൻ്റെ അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ്റെ നോക്കിക്ക് അവർ ഡിസ്പ്ലേ ചെയ്ത് തന്നേക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഭയങ്കര ഭംഗിയിലാണ് ചെയ്തേക്കുന്നത്. നമ്മളിങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ചെയ്ത് വെച്ചേക്കുന്നത്. അതാണല്ലോ അവരുടെ ഉദ്ദേശവും. അങ്ങനത്തെ മെറ്റീരിയൽ കളക്ഷൻ കണ്ടോ, ഒരുപാടുണ്ട് കേട്ടോ. കലങ്കാരിയുടെയൊക്കെ അതുതന്നെ ഓർഗാൻസയുടെയൊക്കെ ഭയങ്കര വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ അമ്മയ്ക്ക് കുറച്ച് ബ്ലൗസ് പീസസും എടുത്തിട്ട് അവിടെ നമ്മൾ ഇറങ്ങി വന്നപ്പോഴത്തേക്കും കുട്ടികളുടെ കളക്ഷൻ കണ്ടോ. ഇതിൻ്റെ ഡിസ്പ്ലേയുടെ പ്രത്യേകത ഉണ്ടോ, നമ്മൾ നോക്കി നിൽക്കും, അല്ലെങ്കിൽ നമ്മളതൊന്ന് നോക്കിയാലോ എന്നും പറഞ്ഞ് നമ്മൾ അപ്രോച്ച് ചെയ്യും. അങ്ങനത്തെ രീതിയിലുള്ള അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു. പിന്നെ ഈ കുട്ടികളുടെ കളക്ഷൻ്റെ സൈഡിൽ തന്നെ ബാഗ് ഡിസ്പ്ലേ ചെയ്തേക്കുന്നുണ്ടോ, ഒരുപാട് ബാഗിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആകെ മൊത്തം എനിക്ക് ഈ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര കിടിലമായിരുന്നേ. പിന്നെ ഉള്ളൊരു സ്വർഗ്ഗലോകം എന്ന് പറയുന്നത് ഈ ഫാൻസി കളക്ഷനാണ്. എൻ്റെ പൊന്നോ, കമ്മലിൻ്റെയും മാലയുടെയും വളയുടെയൊക്കെ ഒരു അപൂർവ വിപുലമായ ശേഖരം തന്നെയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് പൈസയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വിശാലമായി ഷോപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് മാനസികമായിട്ടുള്ള സംഘർഷം ഉണ്ടാകും. കാരണം ഇതെല്ലാം കണ്ടിട്ടൊന്നും വാങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ചുരിദാറിൻ്റെയും ടോപ്സിൻ്റെയൊക്കെ കളക്ഷൻ ഒന്ന് നോക്കി. അപ്പോൾ അതും കിടിലൻ കളക്ഷൻസാണ് കേട്ടോ. സംഭവം എല്ലാം വെറൈറ്റി ഐറ്റംസ് കുറേ ഉണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ട്രെൻഡിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടും. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബില്ലടിച്ചു. സാധനം കളക്ട് ചെയ്യുന്ന അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെയും പിന്നെ തിരക്കൊന്നും വരത്തില്ല, കാരണം എല്ലാം ബുദ്ധിപരമായി നീങ്ങിയിരിക്കുന്നു മൊത്തത്തിൽ. അപ്പോൾ കിടിലം ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നേ. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തളർന്നു പോയി. എന്നിരുന്നാൽ കൂടിയും ഒരു പുതിയ സ്ഥലം എക്സ്പ്ലോർ ചെയ്തതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ബാഗേജസ് ഒക്കെ കളക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ തിരിച്ചു പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിറങ്ങുന്നത്. വിചാരിതമായി എൻ്റെ കൊളീഗിനെ കണ്ടു. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.